ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗോഷിയേഷൻ ആൻഡ് ബാർഗെയിനിങ് എന്നുള്ള കോൺസെപ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന കോൺസെപ്റ്റാണ് നെഗോഷിയേഷനും ബാർഗെയിനിങ്ങും. ഇത് ഏജൻറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത്, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്തും കൊമേഴ്സിനകത്തും ഓട്ടോമേറ്റഡ് ഡിസിഷൻ മേക്കിങ്ങിലും കൊളാബറേറ്റീവ് റോബോട്ടിക്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഏജൻറ്റ് കമ്മ്യൂണിക്കേഷനും നെഗോഷിയേഷനും ബാർഗെയിനിങ്ങും ഒക്കെ. മെയിനായിട്ട് മൾട്ടി ഏജൻറ്റ് സിസ്റ്റംസ് MAS, അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഏത് ഇൻ്റലിജൻസ് എടുത്തു കഴിഞ്ഞാലും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ അത്തരം സിസ്റ്റംസൊക്കെ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് മിക്കവാറും മൾട്ടി ഏജൻറ്റ് സിസ്റ്റംസ് തന്നെയായിരിക്കും. അതിനകത്ത് അപ്പോൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട കമ്പോണൻസാണ് നെഗോഷിയേഷനും ബാർഗെയിനിങ്ങും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഓട്ടോണോമസ് സിസ്റ്റത്തിനകത്ത് ഏജൻറ്റുകൾ പരസ്പരം ഇൻ്ററാക്ട് ചെയ്തുകൊണ്ട് വേണം എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ, എന്തെങ്കിലും എഗ്രിമെൻറ്റിൽ റീച്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ വേണം. അതിനാണ് നമ്മൾ ഇത്തരം കോൺസെപ്റ്റുകൾ കൊണ്ടുവരുന്നത്. ഇനി ഡെഫിനിഷൻസ് പറയുകയാണെങ്കിൽ, നെഗോഷിയേഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ഏജൻറ്റ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, അതെല്ലാം മ്യൂച്വലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എഗ്രിമെൻറ്റോ ഗോളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നെഗോഷിയേഷൻ എന്നുള്ള ഒരു കാര്യം നടത്തുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ് ഈ നെഗോഷിയേഷൻ പോസിബിൾ ആവുന്നത്. പിന്നെ ബാർഗെയിനിങ് എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി നെഗോഷിയേഷൻ്റെ ഒരു സബ്സെറ്റ് തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ, അതായത് ഇപ്പോൾ ബാർഗെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, ഷോപ്പിലൊക്കെ ഉണ്ടാവാറില്ലേ, ഓഫർ കൊടുക്കുക, അതിന് കൗണ്ടർ ഓഫർ കൊടുക്കുക, അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്ന മെത്തേഡാണ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഓഫേഴ്സും കൗണ്ടർ ഓഫേഴ്സും ഒക്കെ തന്നെയാണുള്ളത്. അതിലൂടെ എന്തെങ്കിലും ഒരു ഗുഡിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിങ്ങിൻ്റെ പ്രൈസിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും റിസോഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് ഒക്കെയാണ് നമ്മൾ ഇത്തരം ബാർഗെയിനിങ് ഒക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ നെഗോഷിയേഷൻ്റെയും അതുപോലെ നമ്മുടെ ബാർഗെയിനിങ്ങിൻ്റെയൊക്കെ റോൾ എന്താണ് ഏജൻറ്റ് കമ്മ്യൂണിക്കേഷനകത്ത് എന്നാണ് പറയാനുള്ളത്. ഏജൻറ്റിന് പല ഗോൾസും ആയിരിക്കും. ഇപ്പോൾ ഓരോ ഏജൻറ്റിനും ചിലപ്പോൾ ഡിഫറെൻറ്റ് ഗോൾസ് ആയിരിക്കും. ചിലതിന് സെയിം ആയിരിക്കും. അതുപോലെ പ്രിഫറൻസസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇത്തരം കമ്മ്യൂണിക്കേഷനിലൂടെ, നെഗോഷിയേഷനിലൂടെ, ബാർഗെയിനിങ്ങിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് ഫെയറായിട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ കഴിയും. എന്തെങ്കിലും ഗോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഐക്യമായിട്ട് ഫോം കോalitions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐക്യത്തോടെ മുന്നേറുക എന്ന് പറയില്ല, അങ്ങനെ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയും. പിന്നെ ജോയിൻറ്റ് ആക്ഷൻസൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പെർഫോം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സർവീസസോ ഇൻഫോർമേഷൻസോ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലും ഈസിയാണ്. ഇനി പറയാനുള്ളത് കീ കമ്പോണൻസ് ആണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ കീ കമ്പോണൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആണ്. ഇതിനകത്ത് വ്യക്തമായ പ്രോട്ടോക്കോളിൻ്റെ ബേസിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ വ്യക്തമായ ഡെഫിനിഷൻസും റൂൾസൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓഫർ, അക്സെപ്റ്റ്, റിജക്റ്റ്, കൗണ്ടർ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കീവേഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പെർഫോം ചെയ്യുന്നത്. പിന്നെ എക്സാമ്പിൾസ് ഉണ്ട്. FIPA, ഫൗണ്ടേഷൻ ഫോർ ഇൻ്റലിജൻറ്റ് ഫിസിക്കൽ ഏജൻറ്റ്സ്, ഇതും ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസാണ്. അടുത്തത് നെഗോഷിയേഷൻ്റെ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം അൽഗോരിതംസ് ആണ് മെയിനായിട്ട് ഇത്തരം ആക്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് പറയുന്നത് ഹ്യൂറിസ്റ്റിക്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിലാണ് നെഗോഷിയേഷൻസൊക്കെ പെർഫോം ചെയ്യുന്നത്. പിന്നെ ഈ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് ആവാം. അതായത് സെൽഫ് ഗെയിൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചില ഏജൻറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോപ്പറേറ്റീവായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ജോയിൻറ്റ് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്തുകൊണ്ടും പെർഫോം ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് ടിറ്റ് ഫോർ ടാറ്റ് ഉണ്ട്, ടൈം ഡിപ്പെൻഡൻറ്റ് സ്ട്രാറ്റജീസ്, ലേണിംഗ് ബേസ്ഡ് സ്ട്രാറ്റജീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പിലുള്ള സ്ട്രാറ്റജീസും നെഗോഷിയേഷനകത്തും ബാർഗെയിനിങ്ങിനകത്തും മെയിനായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആണ്. അതായത് പോസിബിളായിട്ടുള്ള ഔട്ട്കമ്മിനും
അപ്പുറം പ്രിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്തിട്ട് വേണം പെർഫോം ചെയ്യാൻ. അതുപോലെ തന്നെ ഓഫേഴ്സ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് വേണം ഡിസിഷൻസൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ എടുക്കേണ്ടത്. പിന്നെ വരുന്നത് ഓപ്പണൻറ്റ് മോഡലിംഗ് ആണ്. അതായത് മറ്റ് ഏജൻറ്റിൻ്റെ ഗോൾ എന്താണ്, മറ്റ് ഏജൻറ്റിൻ്റെ പ്രിഫറൻസ് എന്താണ്, സ്ട്രാറ്റജീസ് എന്താണെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് പ്രപ്പോസൽസൊക്കെ കൊണ്ടുവരുന്നതിനെയാണ് ഓപ്പണൻറ്റ് മോഡലിംഗ് എന്ന് പറയാം. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് നെഗോഷിയേഷനാണ്. ഒന്നാമത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് ഫിക്സ്ഡ് സം അല്ലെങ്കിൽ വിൻ ലോസ് എന്ന് പറയുന്ന ഒരു സിനാരിയോ ഉണ്ട്. അത് പ്രൈസ് നെഗോഷിയേഷനിനകത്തൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗെയിനെ മാക്സിമൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ്റെ പ്രത്യേകത തന്നെ അതല്ലേ, നമ്മളുടെ ലാഭമാണല്ലോ നമ്മൾ നോക്കുക. പിന്നെ ഇൻറ്റഗ്രേറ്റീവ് ഉണ്ട്, അതിനെ കോപ്പറേറ്റീവ് എന്നും പറയാം. ഇതിനകത്ത് വിൻ വിൻ സിനാരിയോ ആണ്, അതായത് ജോയിൻറ്റ് ഗെയിൻസ് ആണ് ഇവിടെ പോസിബിൾ ആക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് പാർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം ഇത് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള നെഗോഷിയേഷൻസ് ഉണ്ട്, ഒന്ന് ഡിസ്ട്രിബ്യൂട്ടീവും ഒന്ന് ഇൻറ്റഗ്രേറ്റീവും ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ആകുമ്പോൾ അത് കോമ്പറ്റീറ്റീവ് ആയിരിക്കും, അതിനകത്ത് ഇൻഡിവിജ്വൽ ഗെയിനാണ് പ്രയോറിറ്റി കൊടുക്കുക. ഇൻറ്റഗ്രേറ്റീവ് ആകുമ്പോൾ അത് കോപ്പറേറ്റീവ് ആയിരിക്കും, രണ്ട് പേർക്കും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ ഗെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും പെർഫോം ചെയ്യുക. പിന്നെ പറയാനുള്ളത് നെഗോഷിയേഷൻ പ്രോട്ടോക്കോൾ എക്സാമ്പിൾസ് ആണ്. ഒന്ന് കോൺട്രാക്ട് നെറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്, CNP. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു മാനേജർ ഒരു ടാസ്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ടേഴ്സ് എന്ത് ചെയ്യും, അതിൻ്റെ സൊല്യൂഷൻസൊക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുണ്ട്. പിന്നെ ആൾട്ടർനേറ്റിംഗ് ഓഫേഴ്സ് പ്രോട്ടോക്കോൾ ഉണ്ട്. അതിനകത്ത് ഏജൻറ്റ് എന്ത് ചെയ്യും, ഓഫേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ടൈം ഔട്ട് ആവുന്നതിന് മുമ്പ് അഗ്രിമെൻറ്റിലേക്ക് എത്തുന്ന രീതിയാണ്. പിന്നെ ഓപ്ഷൻ പ്രോട്ടോക്കോൾ ഉണ്ട്, അത് ഇംഗ്ലീഷും ഡച്ചും വിക്രയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് റിസോഴ്സ് അലോക്കേഷൻ ചെയ്യുന്നതാണ്. ഇനി റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസിൽ നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം കൊമേഴ്സ് ആണ്. കൊമേഴ്സിനകത്ത് നമ്മൾ ഇത്തരം കമ്മ്യൂണിക്കേഷനും നെഗോഷിയേഷനും ബാർഗനിങ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോണമസ് ഏജൻറ്റ്സ് പ്രൈസസ് അതുപോലെ ഡെലിവറി ഓപ്ഷൻസൊക്കെ നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ സ്മാർട്ട് ഗ്രിഡ്സ് ഉണ്ട്. അതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ഏജൻറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യും, എനർജി ട്രേഡിങ് നടത്തും. പിന്നെ ക്ലൗഡ് സർവീസസ് ഉണ്ട്, അതിനകത്തും നെഗോഷിയേഷൻ ഉണ്ട്. സർവീസ് ലെവൽ അഗ്രിമെൻറ്റ് നെഗോഷിയേഷൻ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. പിന്നെ മൾട്ടി റോബോട്ട് കോർഡിനേഷൻ ഉണ്ട്, അതായത് അലോക്കേഷനും കോപ്പറേഷനൊക്കെ പെർഫോം ചെയ്യുന്നത് മൾട്ടി റോബോട്ട് കോർഡിനേഷനകത്തും പോസിബിളാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ചാലഞ്ചസും വരുന്നുണ്ട്. എന്തൊക്കെയാണ് ചാലഞ്ചസ് വരുന്നത്? ഒന്നാമത്തെ കാര്യം സ്കേലബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഏജൻറ്റുകളെ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതുപോലെ ഒരുപാട് ലാർജ് നെഗോഷിയേഷൻ സ്പേസൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ട്രസ്റ്റും റെപ്യൂട്ടേഷനും, അതായത് പലപ്പോഴും അൺറിലയബിൾ ആയിട്ടുള്ള ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള ഏജൻറ്റുകളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. അത് പലപ്പോഴും ഒരു ചാലഞ്ചായിട്ട് മാറാറുണ്ട്. പിന്നെ ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷനാണ്. ഏജൻറ്റിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഫുൾ നോളജ് ഉണ്ടാവണമെന്നില്ല, മറ്റുള്ളവരുടെ പ്രിഫറൻസ് എന്താണെന്നുള്ള ഐഡിയ ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, അതൊരു ചാലഞ്ചാവും. പിന്നെ ഡൈനാമിക് എൻവിറോൺമെൻറ്റ്സ് ആണ്, അതായത് ഗോൾസ് ചേഞ്ച് ചെയ്യുന്നതിൽ, അതേപോലെ തന്നെ റിസോഴ്സസുകൾ, ഏജൻറ്റുകൾ അതൊക്കെ എന്ത് ചെയ്യുകയാണ്, ചേഞ്ച് ചെയ്യുന്നിടത്തൊക്കെ പലപ്പോഴും എൻവിറോൺമെൻറ്റിൽ ഡൈനാമിക്കലി ചേഞ്ചസ് വരും, അതും അക്സെപ്റ്റബിൾ ആവണം എന്നില്ല. ഇത്രയൊക്കെയാണ് നമ്മളുടെ നെഗോഷിയേഷനെ കുറിച്ചും ബാർഗെയിനിങ്ങിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ആദ്യം നമ്മൾ എന്താണ് നെഗോഷിയേഷൻ, എന്താണ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, ഏജൻറ്റ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞു, കീ കമ്പോണൻസ് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് പറഞ്ഞു, സ്ട്രാറ്റജീസ് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു, മോഡലിംഗ് പറഞ്ഞു, ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു, പിന്നെ പ്രോട്ടോകോൾ എക്സാമ്പിൾസ് പറഞ്ഞു, പിന്നെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഫൈനലി നമ്മൾ ചാലഞ്ചസ് എന്തൊക്കെയാണ്, റിസർച്ച് ഡയറക്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.